അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടോ? ഈ ആശങ്കയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല. ഈ 2 ദിവസം എന്ന് പറയുന്നതും അടിസ്ഥാനമില്ലാത്ത കാര്യമാണ്. സെപ്റ്റംബർ മാസം 1-ാം തീയതി വരെ ഏത് ക്ലെയിമും സമർപ്പിക്കാം, എതിർപ്പുകൾ സമർപ്പിക്കാം, തെളിവുകൾ ഹാജരാക്കാം. അത്രയും സമയം കൊടുത്തിട്ടുണ്ട്. ആ സമയത്തിനുള്ളിൽ ഇതൊക്കെ ചെയ്യാനുള്ള സാവകാശം ഉള്ളതുകൊണ്ട് 2 ദിവസമേ ഉള്ളൂ എന്നുള്ള ഒരു ആശങ്ക അതിന്റെ അടിസ്ഥാനരഹിതമായ ആശങ്കയാണ്. അത് എനിക്ക് തോന്നുന്ന ഒരു പാനിക് ആക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രചരണം മാത്രമാണ് എന്ന്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന 52 ലക്ഷം എന്നൊക്കെ പറയുന്നത് വെറുതെ അങ്ങ് പറയുന്നതല്ല. 2003 ശേഷം ഇതുവരെ ഈ വോട്ടർ പട്ടിക സമഗ്രമായി പരിഷ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് ബീഹാറിന്റെ ചിത്രം. നമുക്കറിയാം, നമ്മളിപ്പോ കേരളത്തില് ബീഹാറികൾ എന്ന് പറയുന്ന എത്ര ലക്ഷം പേരുണ്ട്. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ പ്രാഥമികമായി ഇതേക്കുറിച്ച് അന്വേഷണം നടത്തിയപ്പോൾ അവർക്ക് കിട്ടിയ ഒരു കണക്ക് 20 ലക്ഷം പേര് മരിച്ചിട്ടുണ്ട്. ആ മരിച്ചവരിപ്പോഴും 20 ലക്ഷം പേര് മരിച്ചവരിപ്പോഴും ലിസ്റ്റിൽ തന്നെ ഉണ്ട്. സ്ഥലത്തില്ലാത്തവര് ബീഹാറിൽ ഇല്ലാത്ത 28 ലക്ഷം പേരുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് 7 ലക്ഷം പേരെ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ 1 ലക്ഷം പേര് വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അന്വേഷിച്ചാൽ അവരിൽ ഒരിടത്തും ജീവിച്ചിരിപ്പില്ല. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇത്രയും വലിയ ഒരു സംഖ്യ ഇലക്ഷൻ കമ്മീഷൻ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നതുകൊണ്ട് കൂടിയാണ് തീർച്ചയായിട്ടും ഇതിനൊരു ശുദ്ധീകരണം വേണം എന്നുള്ളൊരു ആവശ്യം ഉയരുന്നത്. മാത്രമല്ല, BJPക്ക് ജയമുണ്ടാകുന്ന സമയത്തൊക്കെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമാണ്, ഇത് വോട്ടേഴ്സ് ലിസ്റ്റിലെ കൃത്രിമത്വം കൊണ്ടാണ്. അതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ കൃത്രിമം കാണിച്ചാണ് BJP ജയിക്കുന്നത്, വലിയ ഭൂരിപക്ഷം നേടുന്നത്. അതുകൊണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് കൃത്യമാക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ച അതേ പ്രതിപക്ഷം തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളും ഉന്നയിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഈ ശുദ്ധീകരണം നടക്കുന്നതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. വാർത്തകളിൽ എന്നും വരുന്നത് ഈ പുറത്തു നിന്നുള്ളവര്, ബംഗ്ലാദേശികളായിട്ടുള്ളവര്, അതുപോലെ നേപ്പാളികള്, റോഹിംഗ്യര്, ഇങ്ങനെയുള്ള ആൾക്കാരെ പിടികൂടി എന്നുള്ള കേസുകൾ നമ്മൾ സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ പിടികൂടിയാൽ പാർപ്പിക്കാനുള്ള സംവിധാനങ്ങളും അതാത് രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം ഈ രാജ്യത്ത് അനുസ്യൂതമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പോലീസ് കേസെടുത്തിട്ടുള്ള കൃത്യമായ തെളിവുകളുള്ള ചില കാര്യങ്ങൾ 3-4 ജില്ലകൾ, അതായത് കിഷൻഗഞ്ച് ജില്ല, പൂർണിയ ജില്ല, കത്തിഹാർ ജില്ല, അരാരിയ ജില്ല, നേപ്പാളിന്റെയും ബംഗ്ലാദേശിന്റെയും അതിർത്തിയിലൊക്കെ ഉള്ള ഇത്തരം ജില്ലകളിൽ നിന്ന് ധാരാളം വ്യാജ ആധാർ കാർഡ് നിർമ്മാണ കേന്ദ്രങ്ങൾ പോലീസ് തന്നെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. ആധാർ കാർഡ് മാത്രമല്ല, പാസ്പോർട്ട് വരെ, ആധാർ കാർഡ്, പാസ്പോർട്ട്, വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ്, ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന നിരവധി കേന്ദ്രങ്ങളെ പോലീസ് തന്നെ റെയ്ഡ് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അതിനൊക്കെ അവിടെ റേറ്റ് ഉണ്ട്. 500 രൂപ മുതൽ 1000 രൂപ വരെ കൊടുത്താൽ കൃത്രിമ ആധാർ കാർഡ് കിട്ടും, കൃത്രിമ റേഷൻ കാർഡ് കിട്ടും. ഇതൊക്കെ കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. അപ്പോ ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളിൽ കൂടി വിദേശികളായിട്ടുള്ള ആൾക്കാർ തന്നെ ധാരാളമായി ബീഹാർ സംസ്ഥാനത്ത് വന്ന് പാർപ്പുറപ്പിച്ചിട്ടുണ്ട്. അവരെയൊക്കെ തന്നെ അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ എത്തിക്കാനും ഉള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് ശുദ്ധീകരിക്കുക എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു ദൗത്യമാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ പറയുന്ന രേഖകൾ ഹാജരാക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? കാരണം ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ട് എങ്കിൽ അവരുടെ ഭൂമിയുടെ രേഖകൾ അവിടെ ഉണ്ടാവണമല്ലോ. ഇനി ഭൂമി ഇല്ലാത്തവരാണെങ്കിൽ മറ്റു രേഖകൾ ഉണ്ടാവണമല്ലോ. ഇത് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്നത് തെറ്റാണ്. രേഖകൾ ചോദിക്കാൻ പാടില്ല, ഞങ്ങളെ പുറത്താക്കാനാണ്. ആ പറയുന്നതിൽ യാതൊരു കാര്യമില്ല. വർഗീസ് സാറ് പറഞ്ഞ 1-2 രേഖകൾ എനിക്ക് തോന്നുന്നു ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡോ അതും പാടില്ല എന്ന് പറഞ്ഞു എന്നുള്ളതിൽ വാസ്തവമുണ്ടോ? അതായത് അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ സാറേ. അതായത് ആധാർ പുറപ്പെടുവിക്കുമ്പോൾ തന്നെ അതിൽ പറയുന്നുണ്ട്, ആധാർ ഈസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നുണ്ട്. അതൊരു ഐഡന്റിറ്റി കാർഡ് മാത്രമാണ്. സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യുന്ന ആധാർ കാർഡ് കൊണ്ടല്ല. സിറ്റിസൺഷിപ്പ് പ്രൂവ് ചെയ്യുന്നത് ഇലക്ടർ വോട്ടർ ID കാർഡ് കൊണ്ടല്ല. അതുകൊണ്ട് ഇയാൾ സിറ്റിസൺ ആണോ, അവിടെ ഉള്ള വ്യക്തിയാണോ എന്ന് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ തർക്കം തീരണമെന്നുണ്ടെങ്കിൽ ഇതില് ആ ആളവിടെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രൂഫ് കൊടുക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഈ പറയുന്ന ആധാർ പോരാ, അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡ് പോരാ എന്ന് പറയാൻ കാരണം. അത് കൃത്രിമമായിട്ട് അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടം പോലെ അവിടെ നിന്ന് റെയ്ഡ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൂടുതൽ എന്താ തെളിവ് വേണ്ടേ? 100 പേർക്ക് 120 ആധാർ കാർഡുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പോലീസ് കണ്ടുപിടിച്ചു. 100 പേരേ ഉള്ളൂ, പക്ഷെ 120 ആധാർ കാർഡ് ഉണ്ട്.
ഒരാൾക്ക് 6ഉം 7ഉം പാസ്പോർട്ട് ഉള്ളതൊക്കെ പോലീസ് കേസുകളിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. അതൊക്കെ സംഭവിക്കുന്ന ഒരു രാജ്യത്ത്, അത് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് ആവശ്യം തന്നെയാണ്. അതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു കാര്യവുമില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സുപ്രീം കോടതി വരെ പോകാമല്ലോ. കോടതി ഇടപെടട്ടെ, കോടതി തീരുമാനിക്കട്ടെ. ആ കാര്യത്തിൽ BJPക്ക് എതിർപ്പുമില്ല.